ഇടുക്കി ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിൽ തമിഴ് തോട്ടം തൊഴിലാളികളുടെ ജീവന് പുല്ലുവില. അറവുമാടുകളെ പോലെ വാഹനങ്ങളിൽ കുത്തിനിറച്ചാണ് തൊഴിലാളികളെ കേരളത്തിലെ തോട്ടങ്ങളിൽ ജോലിക്കെത്തിക്കുന്നത്. അമിത വേഗത്തിൽ അപകടകരമായ രീതിയിൽ ചുരത്തിലൂടെ വാഹനങ്ങൾ പാഞ്ഞിട്ടും നിയന്ത്രിക്കാനുള്ള ഒരു നടപടിയും അധികൃതർ എടുക്കുന്നുമില്ല. തമിഴ്നാട്ടിലെ കമ്പത്തു നിന്ന് കമ്പമെട്ട് ചുരം വഴി ഇടുക്കി ജില്ലയിലെ അതിർത്തി പ്രദേശങ്ങളിലെ ഏലത്തോട്ടങ്ങളിലേക്ക് തൊഴിലാളികളെ കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ കാണുക. കാലപ്പഴക്കം ചെന്ന ജീപ്പുകളും വാനുകളും തൊഴിലാളികളെ അറവുമാടുകൾ കണക്കെ കുത്തിനിറച്ച് ചുരത്തിലൂടെ അമിത വേഗത്തിൽ ഇടതടവില്ലാതെ പായുന്നു. താങ്ങാവുന്നതിലും വളരെയധികം ആളുകൾ ഈ വാഹനങ്ങളിലുണ്ടെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തം. വീതി കുറഞ്ഞ റോഡിലെ ഹെയർപിൻ വളവുകളിലൂടെയും ഡ്രൈവർമാരുടെ സാഹസം തുടരുന്നു. മോട്ടോർ വാഹന നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് നടക്കുന്നതെങ്കിലും ഈ വാഹനങ്ങൾ യാതൊരു തടസ്സവുമില്ലാതെ കമ്പമെട്ടിലെ ചെക്ക് പോസ്റ്റുകളിലൂടെ കടന്നു പോകുന്നതുകൂടി കാണുക. പോലീസും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ഇവിടെ കാഴ്ചക്കാർ മാത്രമാകുന്നു. ഇവിടെ വണ്ടിക്കാർ വരുന്ന എല്ലാ വണ്ടിക്കാരിലെയുമേ 15 പേർ 30 പേർ കയറ്റിക്കൊണ്ടുവരിക. ഇത് നാട്ടുകാർക്കും രാഷ്ട്രീയക്കാർക്കും എല്ലാവർക്കും അറിയാം. ഇത്തരത്തിൽ തൊഴിലാളികളെ കുത്തിനിറച്ചു കൊണ്ടുവന്ന വാൻ ഇന്നലെ രാജാക്കാട് തോണ്ടിമലയിൽ താഴ്ചയിലേക്ക് പതിച്ച് 20 പേർക്ക് പരിക്കേറ്റിരുന്നു. ജില്ലയിലെ പല അന്തർ സംസ്ഥാന പാതകളിലും ഇത്തരം വാഹനങ്ങൾ അപകടങ്ങൾ ഉണ്ടാക്കുന്നുമുണ്ട്. നാട്ടുകാർ പലതവണ പരാതികൾ നൽകിയെങ്കിലും തോട്ടമുടമകളുടെ സ്വാധീനത്തിന് മുന്നിൽ ഇവയെല്ലാം നിർവീര്യമാവുകയാണ്. മനുഷ്യജീവന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇത്തരം വാഹനങ്ങൾ മരണപ്പാച്ചിൽ തുടരുന്നത്. കൺമുന്നിൽ നിയമലംഘനം അരങ്ങേറിയിട്ടും നടപടിയെടുക്കാൻ അധികൃതരും മടിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാനുള്ള മുഖ്യ കാരണവും. ക്യാമറമാൻ എബിൻ സാബുവിനൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ, ഇടുക്കി.